ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം ബ്ലോഗ്സ്. പിന്നെ ഞാൻ എത്തിയിരിക്കുന്ന ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന അലക്ക് സോപ്പാണ്. അപ്പം ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന 1 വർഷങ്ങൾക്ക് മുൻപാണ്. എൻ്റെ കൈ നല്ലോണം കുത്തിപ്പഴുക്കും. സോപ്പൊക്കെ ഒരുപാട് സോപ്പുകൾ മാറി മാറി യൂസ് ചെയ്തു. സോപ്പ് കൈ കുത്തിപ്പഴുക്കുമായിരുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ വാഷിംഗ് മെഷീനിലാണ് തുണികളൊക്കെ ഇടുന്നതെങ്കിലും അല്ലാത്ത തുണികളൊക്കെ കൈകൊണ്ട് കഴുകാനുള്ള ഉണ്ടാകുമല്ലോ. അപ്പം എന്തായാലും നമ്മൾ സോപ്പ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇനി ഒന്നുമില്ല, ഇനി സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കരുതി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അന്ന് ഏത് സോപ്പിൻ്റെ ബ്രാൻഡ് കിറ്റിൻ്റെ ബ്രാൻഡൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടോ. ഒരു സോപ്പ് കിറ്റ് വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കി. അതിൽ എൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കി. അതെനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടാക്കി. ഈ ഡിസംബർ വരെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ സോപ്പ്. അധികം തുണി കൈകൊണ്ട് നനയ്ക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ആ സോപ്പ് തീർന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഓർത്തേ എന്നാൽ പുതിയൊരു കിറ്റൂടെ വാങ്ങി നമുക്ക് സോപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ഓർത്തത് നിങ്ങളോട് ഷെയർ ചെയ്തേക്കാമെന്ന്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോപ്പ് ഉണ്ടാക്കാനൊക്കെ, എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ആയിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷമല്ലേ അറിഞ്ഞത്. അതുപോലെ എന്നെപ്പോലെ ഇനി അറിഞ്ഞിട്ട് കുറേ ആയി ശ്രമിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ അതുപോലെ ഇനിയും ശ്രമിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് മടിച്ചിരിക്കുന്നവരോ ഒക്കെ എന്ത് പ്രയാസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അറിയാത്തവരിൽ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഞാൻ സോപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെടുത്തിട്ടുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സോപ്പ് കിറ്റ് കാണണ്ട, എനിക്ക് ഒരു കിറ്റിൽ നിന്ന് ഇത്രയും സോപ്പ് ഇട്ടിട്ടുണ്ട് കണ്ടോ, ഇത്രയും സോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോയിലിട്ട് പോകാം സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നെസ്സോയുടെ സോപ്പ് കിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ടുള്ള അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇതിവിടെ ചോദിച്ചാൽ സോപ്പ് കിറ്റ് ഉണ്ടാക്കാനുള്ള സാധനം ഇന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ, മിനി മാർട്ടുകളിൽ, സൂപ്പർ മാർക്കറ്റ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച നമുക്ക് ഏത് ഓയിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാനുള്ളത് നമുക്ക് ഏത് ഓയിൽ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റിനുള്ളിലുള്ള ഒരു കല്ലുപ്പ് പോലത്തെ സാധനം, കല്ലുപ്പ് രൂപത്തിലുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതിനെ ഞാനൊരു 600 ml വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് വെക്കുമ്പം ആ മിക്സ് ചെയ്യുന്നതനുസരിച്ച് അത് നല്ല ചൂടാവും കേട്ടോ. അപ്പോൾ ചൂടായിട്ട് അതിനെ ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വിടണം. 3 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അത് സാവകാശം തണുത്ത് വരും. തണുത്തതിന് ശേഷമാണ് കേട്ടോ ബാക്കി നമ്മൾ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ കിറ്റിനുള്ളിലുള്ളത് ഈ കല്ലുപ്പ് മാതിരിയുള്ള ഒരു പൗച്ചും പിന്നെ ജെല്ല് മാതിരിയുള്ളൊരു പൗച്ചും നല്ല പൗഡേർഡായിട്ടുള്ളൊരു പൗച്ചുമാണ്. പിന്നെ 2 ചെറിയ പൗച്ചുകൾ അതിൽ വരുന്നത് ഒന്ന് സ്മെല്ലിനും ഒന്ന് കളറിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടുന്ന 1 ലിറ്റർ ഓയിൽ, എന്ത് ഓയിലും ആവാം. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി ഓയിലുകളൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഓയിലുകളൊക്കെ ഞാൻ ഏതായാലും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ വേണമെന്നില്ല, പാം ഓയിലോ അല്ലാത്ത സൺഫ്ലവർ ഓയിൽ, എന്ത് ഓയിലും ആകാം. ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ അലക്ക് സോപ്പല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ അലക്ക് സോപ്പ് വാങ്ങിച്ച് കഴിയുമ്പോൾ അതിൽ ഒരുപാട് കാരം ഉണ്ടാവും. എനിക്ക് കൈക്ക് തീരെ പറ്റണില്ല കേട്ടോ, കൈ കുത്തി പഴുക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലൊരു കിറ്റ് വാങ്ങിച്ച് സോപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് 1 വർഷം നിന്നിരുന്നു വെച്ചാൽ കുറച്ച് തുണികളെ ഞാൻ അഴുക്ക് കൂടിയ ചെളികളൊക്കെ ഞാൻ കല്ലിൽ വാഷ് ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ വാഷിംഗ് മെഷീനിൽ സോപ്പ് പൊടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എനിക്ക് കറക്റ്റ് 1 വർഷം കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉണ്ടാക്കി. ഈ ഡിസംബർ വരെ എനിക്ക് ആ സോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോഴാണ് ഞാൻ അടുത്ത പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളോടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം സോപ്പ് ഉണ്ടാക്കാൻ. ഇനിയിപ്പം ഞാൻ കഴിഞ്ഞ 1 വർഷം മുന്നെയാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചതും ഉണ്ടാക്കിയത്. അതുപോലെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഇനി അറിയാതെ ഉണ്ടാക്കാൻ മടിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ, അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഏത് സോപ്പ് ഡോക്ടർ വാഷ് പോലും ഉപയോഗിച്ചാൽ എൻ്റെ കൈ കുത്തിപ്പഴുക്കുമായിരുന്നു. അപ്പോൾ ഞാനിത് അധികം ജസ്റ്റ് സോപ്പ് എടുത്താൽ പിറ്റേന്ന് എനിക്ക് കൈക്ക് വേദന വരുമായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ടാണ് കേട്ടോ ഈ ഓയിൽ ഒഴിച്ചത്. മറ്റേ തണുക്കാൻ വെച്ചിരുന്ന വേറൊരു പാത്രത്തിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ ഒരു 1.25 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കിറ്റിനുള്ളിൽ ജെല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ജെല്ല് നമ്മൾ ആ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെല്ലിനെയാണ് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത്. ജെല്ലോ മറ്റേ പൗഡർ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ജെല്ലാണ്. ജെല്ല് ആഡ് ചെയ്തിട്ട് ജെല്ലിൻ്റെ കൂടെ ജെല്ല് ആഡ് ചെയ്ത് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ആ പൗഡറില്ലേ, പൗഡറൂടെ ആഡ് ചെയ്ത് കൊടുക്കുവേ. അപ്പം നമുക്കിനി അതിലേക്ക് ആ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ജെല്ല് തന്നെ ഈ കൺസിസ്റ്റൻസിലാണ് കേട്ടോ ഇരിക്കുന്നത്, നല്ല
കൊഴുത്തിട്ടുള്ളൊരു ജെല്ലാണ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയാൽ പോരെ, ഇതിൻ്റെ പേരുകളൊന്നും അറിയണ്ടല്ലോ. അപ്പോൾ ഏതായാലും സോപ്പ് വീട്ടിൽ ഇങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലുള്ളതും ജെല്ല് പോലെ രൂപത്തിലുള്ളതും പൗഡറായിട്ടുള്ളതും പിന്നെ അതിൻ്റെ എസൻസും അതിൻ്റെ സ്മെല്ലിനുള്ള എസൻസും കളറിനുള്ളതുമായിരിക്കും ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആ പൗഡർ രൂപത്തിലുള്ളൊരു പൗച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ആട്ടപ്പൊടിയൊക്കെ മാതിരി ഇരിക്കുന്നൊരു പൗഡർ, വെളുത്ത പൗഡറാണ്. അപ്പോൾ അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ആ പൗഡറായിട്ടുള്ള ഇതാണ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ പൗഡർ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾക്ക് ഇതുമേ വെള്ളം കൂടിയോ ഇതിന് പറ്റി എണ്ണ കൂടിയോ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ആ പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്തുകൊണ്ട് അത് വേഗം തന്നെ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നമ്മളിങ്ങനെ ഇളക്കി അത് മൊത്തം മിക്സ് ചെയ്യണം. നമ്മൾ ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും കേട്ടോ. കൺസിസ്റ്റൻസിയിൽ നല്ല ടൈറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മൾ വെള്ളത്തിൽ കല്ലുപ്പ് പോലത്തെ സാധനം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വെള്ളവും പിരിഞ്ഞൊക്കെ കിടക്കുന്ന പോലെ കുറച്ച് നേരം നമുക്ക് തോന്നും കേട്ടോ. ഇത് വെള്ളം കൂടിപ്പോയോ ഫ്ലോപ്പായോ എന്നൊക്കെ തോന്നും. പക്ഷേ ഫ്ലോപ്പാകൊന്നുമില്ല. കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയും. പിന്നെ ഒരു 5 മിനിറ്റിനകത്ത് നമ്മൾ ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് വരും കേട്ടോ. ഇളക്കുന്നതനുസരിച്ച് ഇങ്ങനെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കുവേ. ഈ പിരിഞ്ഞെടുക്കുന്നതിൻ്റെ പേടിക്കണ്ട കേട്ടോ. ഞാനും ഒരു വർഷം മുന്നേ ഉണ്ടാക്കിയപ്പം ഇത്ര ഓരോ കിറ്റിൻ്റെ അനുസരിച്ചിരിക്കും. ഇതുപോലൊരു വെള്ളവും ഇതുമായിട്ടൊന്നും പിരിഞ്ഞിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം അങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ ടൈറ്റായി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് കുറുകുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കളറും സ്മെല്ലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ലൈറ്റ് എല്ലാം വരുമ്പോൾ ഒരു ഗ്രീനും അല്ല യെല്ലോ അല്ലാത്തൊരു കളറാണ് കേട്ടോ സോപ്പിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 8 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. നമുക്ക് പിന്നെ മോൾഡും അല്ല മോൾഡിൽ ഒഴിച്ചു വെക്കാം. ഞാനിതൊരു കുറച്ചൊരു ബേസിൽ ഒഴിച്ചു വെച്ചു, ഒരു കുപ്പിയിൽ ഒഴിച്ചു വെച്ചാണ് കേട്ടോ ഇത്. സോപ്പ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 15 ദിവസം കഴിഞ്ഞാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കത് 15 ദിവസത്തേക്ക് നമുക്കൊരു കവർ കെട്ടി വെക്കാം കേട്ടോ.